ആദ്യ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. വള്ളികുന്നത്ത് മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കിയത് ഇന്നലെയാണ്. അന്വേഷണത്തിൽ പോലീസിന് മെല്ലെപ്പോക്കെന്നാണ് ഉയരുന്ന ആരോപണം. സ്ഥാപന പ്രതിനിധികളെ ചോദ്യം ചെയ്യാനോ പ്രതി ചേർക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. സംഭവത്തിൽ റിസർവ് ബാങ്ക് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വായ്പാ തിരിച്ചടവായ 672 രൂപ അടയ്ക്കാൻ 2 ദിവസം വൈകിയെന്നതിൻ്റെ പേരിൽ ഒരു ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നത് അത്ര ചെറിയ വാർത്തയല്ല. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ഭീഷണിയും മാനസിക പീഡനവും തുടർക്കഥയാകുന്ന ഇക്കാലത്ത് വിഷയത്തിൽ പോലീസ് സ്വീകരിക്കുന്ന മെല്ലെപ്പോക്കും ആശങ്ക ജനിപ്പിക്കുന്നതാണ്. വീട് പണി മുടങ്ങുമെന്ന സാഹചര്യത്തിലാണ് വള്ളികുന്നം സ്വദേശി ശശി ഗത്യന്തരമില്ലാതെ 1,10,000 രൂപ മൈക്രോ ഫിനാൻസിൽ നിന്ന് വായ്പ എടുക്കുന്നത്. ഒരു തിരിച്ചടവ് മുടങ്ങിയതോടെയായിരുന്നു ഭീഷണി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പിന്നീട് അനങ്ങിയില്ല. മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിനെതിരായ അന്വേഷണം ആദ്യ ദിവസം തന്നെ നിലച്ചു. അധികൃതർ ഫോണെടുക്കുന്നില്ലെന്നാണ് പോലീസ് കാരണമായി പറയുന്നത്. പോലീസിനെതിരെ CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സോളമൻ. ഗുണ്ടകളാണ് ഈ വീട്ടിലെത്തിയത്. ഒരു സാധാരണ കുടുംബത്തിന്റെ അത്താണിയാണ് പൊലിഞ്ഞിരിക്കുന്നത്. പോലീസ് ഇതുവരെ വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയത്തിന് വിരുദ്ധമാണത്. കൊട്ടേഷൻ സംഘങ്ങളെയും ബ്ലേഡ് കമ്പനികളെയും നിയന്ത്രിക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. ആ നിയമത്തിനനുസൃതമായ നടപടികൾ കൈക്കൊള്ളണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ തരുണത്തിൽ ആവശ്യപ്പെടാനുള്ളത്. കുടുംബം RBI ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് RBIയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരതയെക്കുറിച്ച് വിശദീകരിക്കുന്നു. മരം കയറ്റ തൊഴിലാളിയായിരുന്ന ശശിയുടെ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. മഴ ശക്തമായി പെയ്ത 2 മാസക്കാലം പണിയുണ്ടായില്ല. 672 രൂപ 2 ദിവസം വൈകിയതിന്റെ കാരണമിതെന്ന് കുടുംബം പറയുന്നു. രാവിലെ വീട്ടിലെത്തിയ മൈക്രോ ഫിനാൻസ് ജീവനക്കാർ വൈകുന്നേരം വരെ തുടർന്നു. ഭാര്യയെ വിളിക്കാൻ പോകണമെന്നാവശ്യപ്പെട്ട ശശിയെ തടഞ്ഞുവെച്ചു. നീണ്ട അധിക്ഷേപങ്ങൾക്കൊടുവിൽ കാശില്ലെങ്കിൽ തൂങ്ങിച്ചാവട എന്നും കളക്ഷൻ ഏജന്റ് പറഞ്ഞതായി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു. ഇതിനുശേഷം ശശിയെ ജീവനോടെ ആരും കണ്ടിട്ടില്ല. കേരളത്തിനകത്തും പുറത്തും നൂറുകണക്കിന് ബ്രാഞ്ചുകളുള്ള മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ആരെയും ഇതുവരെ ബന്ധപ്പെടാനായില്ലെന്ന പോലീസിന്റെ വിശദീകരണം മരണപ്പെട്ട ഗൃഹനാഥന്റെ കുടുംബത്തിനുള്ള മറുപടിയല്ല. വിഷയത്തിൽ ഇനിയെങ്കിലും പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ആലപ്പുഴയിൽ നശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ ഗുരുതര ആരോപണമാണ് വീട്ടുകാരും നാട്ടുകാരും ഉന്നയിക്കുന്നത്. വീട്ടിൽ കയറി മോശമായി പെരുമാറിയതും ഭീഷണിപ്പെടുത്തിയതും ആത്മഹത്യയിലേക്ക് നയിച്ചു. മരിച്ച ശശിക്ക് നീതി ലഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വന്ന് 2 പേര് കൂടി സൈക്കിളിൽ നിന്നുള്ള മൽപ്പിടുത്തവാ കാണുന്നത്. കണ്ട് ആ വീണ് കഴിഞ്ഞിട്ട് ഓടി പെരെ കയറി കഥ കടച്ച്. ഞാൻ വീട്ടിലോട്ട് കയറിപ്പോയി. എന്തുവന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീട്ടിലോട്ട് കയറിപ്പോയി ഇച്ചിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഥകയിൽ തട്ടുന്ന ഒച്ച കേട്ട് ഞാൻ ഓടി വരുമ്പോൾ ശശി തൂങ്ങി നിൽക്കുന്ന രംഗമാ കാണുന്നത്. പാവപ്പെട്ട മനുഷ്യൻ അവരിൽ നിന്നും പൈസ എടുക്കുന്നു. വൻ പലിശയ്ക്കാണ് പൈസ എടുക്കുന്നത്. അത് അവർ നല്ലപോലെ മുതലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണക്കാരായ വീട്ടു അമ്മമാരെയാണ് ഇവർ കൂടുതലും ചൂഷണം ചെയ്യുന്നത്. സഞ്ചിയും തൂക്കി ഒരു ടൈ കെട്ടി ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവരറിയാം ഗുണ്ടകളാണ് എന്ന്. അപ്പോൾ ഇവരെ കടിഞ്ഞാനിടാനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ളൊരു. ഇവരെ ഈ പ്രതികളെ നമ്മൾ പോലീസ് പിടികൂടി അവർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരിടപെട്ട് ഇതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീക്കുന്നതായിരിക്കും. ആ ധനകാര്യ സ്ഥാപനം അദ്ദേഹം ആത്മഹത്യ ചെയ്ത നിമിഷം മുതൽ അത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ നാടിന് മുഴുവനും അറിയാം അവർ കുറ്റക്കാരാണെന്നുള്ളത്. വെറും 672 രൂപ ഒറ്റത്തവണത്തെ അടവ് മുടങ്ങിയതിനാണ് ഓടിച്ചിട്ട് പിടുത്തവും വീടിനകത്ത് കയറി മണിക്കൂറുകൾ അധിക്ഷേപവും ആത്മഹത്യ ചെയ്യൂ എന്നുള്ള ആക്രോശവുമില്ല. ഏതായാലും ഈ കൊള്ള സംഘങ്ങളെ പിടികൂടാൻ പോലീസ് ഇനിയും വൈകരുത്.